എന്തായാലും എഗ്ഗ് കറിയും പത്തിരിയും കൂടെയാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. ചിക്കൻ ബിരിയാണി റെസിപ്പീസ് ഒന്നുമില്ല, നമുക്ക് തിരക്ക് പിടിച്ചൊരു ദിവസമാണെന്ന്, ഫുൾ ഡേ ബിസി. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്പീസ് ഒന്നുമില്ല, സൂപ്പർ ബിരിയാണിയാണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ എല്ലാവരും കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ബിരിയാണി വെച്ച് കഴിഞ്ഞു. പായസം വെക്കുകയാണ്. പായസം വെക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, വാശി പിടിച്ച് കരഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ പണിയുടെ ഇടയിൽ രക്ഷയില്ല. അപ്പോൾ പണി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഇതാ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ളത് മോനിക്ക് ഓഗസ്റ്റ് 15 അംഗൻവാടിക്ക് ഇടാനൊരു ഡ്രസ്സ് വേണം, അതും എടുക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഹസ്ബൻഡിനോട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ആൾ പണിക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആളോട് ഞാൻ വിളിച്ച് പറഞ്ഞ് ഞാനിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുള്ളത്. പോയത് ഈ 3 ഷർട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലേത് ഷർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയണേ. ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്ന് വീട്ടിൽ വന്ന് പാക്ക് ചെയ്ത് ഹസ്ബൻഡ് പണി കഴിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ കൊടുക്കുന്നത്. ആൾക്ക് സർപ്രൈസ് ആയി ആൾ നെട്ടിപ്പോയി. ഇപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് മോൻ കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ മോനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോൻ കൊടുത്തതാണ് കേട്ടോ. ഞാൻ കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. അങ്ങനെ അത് ആൾ തുറന്നു നോക്കി, ആൾക്ക് ഇഷ്ടമായി ഷർട്ട്. നിങ്ങൾ ഗസ് ചെയ്തത് തന്നെയാണോ ഞാൻ എടുത്തതെന്നൊന്ന് നോക്കി നോക്കിട്ടാ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയണേ, കമൻ്റ് ഇടണേ. അപ്പോൾ ഇതാ ഞാനൊരു ഫോഗിൻ്റെ സ്പ്രേയും ഒരു ഷർട്ടും ഒരു മുണ്ടാണ് എടുത്തു കൊടുത്തത്. ആൾക്ക് ഇഷ്ടമായി. അപ്പോൾ ആൾക്ക് ഇഷ്ടമായെങ്കിലും എനിക്കൊന്ന് തിരിച്ച് കിട്ടാതായപ്പോൾ എനിക്ക് സങ്കടമായി. നമ്മൾ തുറന്നു പറയാലോ, സങ്കടമായി. എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട്. എന്നാലും വേണ്ടില്ല, ഞാൻ ഒന്നും അറിയിച്ചില്ല. രാത്രിയായിട്ടൊന്നുമില്ല, ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ നേരത്തെ ചോറൊക്കെ തിന്ന് എനിക്ക് വൈകുന്നേരം രാത്രിയായിട്ടും കിട്ടിയില്ല. അപ്പോൾ രാത്രിക്കത്തെ ചോറ് ഞങ്ങൾ നേരത്തെ കഴിച്ച് വീട്ടിലെ പണിയൊക്കെ കഴിച്ച് അപ്പോഴേക്കും എനിക്ക് അടുത്ത വീട്ടിൽ നിന്നൊരു പീസ് കേക്ക് കിട്ടി. അവിടുത്തെ വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുന്നു. അപ്പോൾ ഞാൻ ആ കേക്കൊക്കെ കഴിച്ച് ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് എനിക്ക് കേക്ക് ആഗ്രഹിച്ചു, പക്ഷേ എനിക്ക് പീസ് കേക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ട് സെൻറ്റി. പക്ഷെ എൻ്റെ നാത്തുനും എൻ്റെ ജ്യേഷ്ഠത്തി ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സുകളെ പോലെയാണ്. നാത്തുമാരും ജ്യേഷ്ഠത്തി അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇവരൊക്കെ എൻ്റെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് അവർ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കാരണം അവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് സർപ്രൈസ്. 10 മണിക്കാണ് എനിക്ക് സർപ്രൈസ് കിട്ടണം. ഉറങ്ങിക്കിടക്കുന്ന എനിക്ക് 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എൻ്റെ ഉമ്മയും നാത്തൂനും കൂടെ എൻ്റെ അടുത്തേക്ക് വന്നത് സർപ്രൈസ് തരാൻ വേണ്ടി. അതൊരിക്കലും മറക്കില്ല കേട്ടോ, കാരണം പാവം അവരത്രയും റിസ്ക് എടുത്തില്ലേ. ഞാൻ തന്നെ ഷോക്കായി. ഈ ഗിഫ്റ്റ് നാത്തൂൻ്റെ വകയാണ്. ഭർത്താവും സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം ആ ടൈമിൽ 10 മണിക്ക് എത്തുന്ന ഒരു പ്രതീക്ഷയില്ല ഹസ്ബൻഡിന്. ആള് വൈകുന്നേരം വരെ എത്താതായപ്പോൾ ആള് പ്രതീക്ഷിച്ച് ഇന്ന് ഇനി കിട്ടില്ല, നാളെ കൊടുക്കുക എന്നുള്ള മൈൻഡിലാണ് ആള് സെറ്റായിട്ടിരിക്കുന്നത്. ഞാൻ വിഷമം പറഞ്ഞ് കരയിലൊക്കെ കഴിഞ്ഞെങ്കിലും ഇയാളിതൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ മേടിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവര് കേക്ക് ജ്യേഷ്ഠത്തി കൊടുത്തയച്ച് ഗിഫ്റ്റ്, നാത്തൂൻ്റെ വക ഫ്രെയിം ഗിഫ്റ്റ്, ഡ്രസ്സ് കെട്ടിയവൻ്റെ വക. അപ്പം അങ്ങനെ എനിക്കല്ലാതുകൊണ്ട് സന്തോഷമായി. 10 മണിക്ക് ശേഷം എനിക്ക് എന്താ പറയുക, തുള്ളിച്ചാടാൻ തോന്നി. അത്രയും സന്തോഷമായി. അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ, ചെരുപ്പും ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് അപ്പം തന്നെ നത്തൂന് വേണ്ടി കേക്കൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ മൂത്ത മോനെ വിളിച്ചു ഉണർത്തി, രണ്ടാമത്തെ ആൾ ഉണർത്തിയില്ല കേട്ടോ. ഞങ്ങൾ മക്കളില്ലാതെ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ആഘോഷിക്കാൻ. പക്ഷെ ആളും അറിയില്ലായിരുന്നു, അവനോട് വാപ്പ പറഞ്ഞിട്ടില്ല. എന്നാൽ അവനോടെങ്കിലും പറയായിരുന്നു. എൻ്റെ വേഷവും കൊള്ളൂല, എനിക്ക് എന്തോ പോലെ ആയിരുന്നു. വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ലല്ലോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഈ വർഷം ഞാൻ ആഘോഷിച്ച്. 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലപോലെ ആഘോഷിക്കണം എന്ന്. അപ്പോൾ അതുപോലെ അല്ലെങ്കിലും എല്ലാവരും വിളിച്ച് ആഘോഷിക്കണം എന്നായിരുന്നു ആഗ്രഹം. അല്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ആഘോഷിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ധരിച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത്. സൂപ്പർ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും താങ്ക് യു. ഗിഫ്റ്റ് തന്നവർക്കും താങ്ക് യു.